നമസ്കാരം. യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ സമൂഹ മാധ്യമങ്ങളിൽ മരണപ്പെട്ടു എന്ന് കാട്ടി പോസ്റ്റ് ചെയ്തവർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പോലീസ്. ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ തിരുവല്ല CI PR സന്തോഷ് നിയമോപദേശം തേടിക്കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് തീരുമാനം. വാർത്ത വന്ന സമൂഹ മാധ്യമങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. യൂത്ത് കോൺഗ്രസ് എന്ന പേജിലാണ് ആദ്യമായി പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് കോൺഗ്രസ് സൈബർ ടീം, ഹമീദ് ചപ്പനങ്ങാടി, ക്രിസ്ത്യൻ ജോസഫ്, കടൽക്കാണിപ്പറ, മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഹെൽപ്പിംഗ് ടീം, എൻ്റെ കേരളം തുടങ്ങി ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലും വ്യാജ വാർത്ത പ്രത്യക്ഷപ്പെട്ടു. വാർത്ത പ്രചരിച്ചതോടെ പെൺകുട്ടി ചികിത്സയിലുള്ള എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഫോൺ കോളുകളുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു. തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്കും സമാനമായ രീതിയിൽ ഫോൺ കോളുകൾ എത്തി. ഇതിനെ തുടർന്നാണ് പോലീസ് നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായത്. കഴിഞ്ഞ 12-ന് തിരുവല്ല ചിലങ്ക ജംഗ്ഷനിൽ രാവിലെ 9-നാണ് നാടിന് നടുക്കിയ സംഭവം അരങ്ങേറിയത്. അയിരൂർ സ്വദേശിനിയായ 18-കാരിയെയാണ് പ്രതി അജിൻ റജി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് പ്രതികാരത്തിന് കാരണം. തിരുവല്ലയിൽ പെൺകുട്ടി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനടുത്ത് വെച്ചായിരുന്നു സംഭവം. യുവാവ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ബൈക്കിൽ 2 കുപ്പിയിൽ പെട്രോളുമായി എത്തിയാണ് അജിൻ ക്രൂരത കാട്ടിയത്. പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. റാന്നി അയിരൂർ സ്വദേശിനിയായ കവിതയുമായി നാളുകളായി പ്രണയത്തിലായിരുന്നുവെന്നും അജിന്റെ വിവാഹാഭ്യർത്ഥന കവിതയുടെ വീട്ടുകാർ നിരസിക്കുകയായിരുന്നുവെന്നുമാണ് വിവരം. ഇതിനുശേഷം പ്രണയബന്ധത്തിൽ നിന്നും കവിത പലതവണ ഒഴിഞ്ഞു മാറിയിരുന്നു. 12-ന് രാവിലെ പെൺകുട്ടി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തേക്ക് യുവാവ് എത്തുകയും അവിടെ വെച്ച് യുവതിയുടെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് സിഗരറ്റ് ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തുകയുമായിരുന്നു. ഇത് കണ്ടുനിന്ന നാട്ടുകാരാണ് പെട്ടെന്ന് തന്നെ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തുകയും വെള്ളമൊഴിച്ച് തീ കെടുത്തുകയും ചെയ്തത്. പെൺകുട്ടിയെ ഉടൻ തന്നെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. ഇതിനു പിന്നാലെ തന്നെയാണ് അജിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. തീ ശക്തമായി ശരീരത്തിൽ ആളിക്കയറിയതിന് പിന്നാലെ പെൺകുട്ടിയുടെ മുഖവും മുടിയും ഭാഗികമായി കത്തിയമർന്ന നിലയിലാണ്. ഇങ്ങനെ ഒരു യുവാവിന്റെ ശല്യമുള്ള കാര്യം പെൺകുട്ടി പറഞ്ഞിരുന്നില്ലെന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ 4 ദിവസമായി പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. അതേസമയം പൊള്ളലേറ്റ് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിനിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നതിനിടെയായിരുന്നു സമൂഹ മാധ്യമത്തിൽ കുട്ടി മരിച്ചു എന്ന് കാട്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചു പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. 52% പൊള്ളലേറ്റ യുവതി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. പെൺകുട്ടിയുടെ ചികിത്സയ്ക്കായി ആവാസിന്റെ നേതൃത്വത്തിൽ ചികിത്സാ ധനസമാഹരണം മറുനാടൻ മലയാളി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.